രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങൾക്ക് കാസർഗോഡ് തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം അല്പസമയത്തിനകം മുഖ്യമന്ത്രി നിർവഹിക്കും. ജോസഫ് അഗസ്റ്റിൻ ഉണ്ട് വിവരങ്ങളുമായി. ജോസഫ്, മുഖ്യമന്ത്രി എത്തിച്ചേർന്നു. അതോടൊപ്പം തന്നെ ഏറെ നിർണായകമായ ഒരു കൂടിക്കാഴ്ച കൂടി മുഖ്യമന്ത്രി ഇന്ന് നടത്തുന്നുണ്ട് പൗരപ്രമുഖരുമായി. അതൊക്കെ എപ്പോഴുണ്ടാകും വിവരങ്ങൾ? കാളിദാസ്, വ്യാപാര വിപണന മേള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. അല്പസമയത്തിനുള്ളിൽ സമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ അഭിമാന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വ്യാപാര വിപണന മേളയും പ്രദർശനവും ഒക്കെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിനുശേഷം 11 മണിയോടുകൂടി കാസർഗോഡ് ജില്ലയിലെ പൗരപ്രമുഖരുമായി ബേക്കൽ ക്ലബിൽ വെച്ച് മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. വികസന കാര്യങ്ങളിൽ പൗരപ്രമുഖരുമായി കൂടിയാലോചനകൾ കഴിഞ്ഞ തവണ നവകേരള സദസ്സ് സംഘടിപ്പിച്ച സാഹചര്യത്തിലും സർക്കാർ മുന്നോട്ട് വെച്ചതാണ്. അതിന്റെ ഒരു തുടർ പരിപാടി എന്ന വണ്ണമാണ് ഇത്തരത്തിൽ പൗരപ്രമുഖരുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തുന്നത്. മാത്രമല്ല, വികസന കാര്യങ്ങളിൽ സർക്കാർ അവലോകനം നടത്തുകയാണ്. മുൻപേ നമ്മളോട് സംസാരിച്ചിരുന്ന മന്ത്രി കെ രാജൻ തന്നെ സൂചിപ്പിച്ചത്, ഈ സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളുടെ പ്രോഗ്രസ് കാർഡ് ജനങ്ങളുടെ മുൻപിൽ വെക്കുകയാണ്. ആ ജനങ്ങൾ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ, വികസനത്തിന്റെയും മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങളുടെയും കാര്യങ്ങൾ വിലയിരുത്തേണ്ടത്. ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ സർക്കാരും ജനങ്ങളുടെ മുമ്പിൽ മുന്നോട്ട് കൊണ്ടുവരുന്നത്. കാരണം ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും ചർച്ച ചെയ്യപ്പെടാനുള്ള ഒരു വേദിയായി ഈ സംസ്ഥാന സർക്കാരിന്റെ ഈ 4ാം വാർഷിക ആഘോഷം മാറണം എന്നാണ് ഈ മന്ത്രിമാരടക്കം സൂചിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും മുഖ്യമന്ത്രിയും സംസ്ഥാനത്തെ മറ്റു മന്ത്രിമാരും ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരും എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇത്തരത്തിൽ പരിപാടികൾ ആരംഭിക്കും. സമ്മേളനം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ സ്വാഗതം ആശംസിക്കുന്ന നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനുശേഷം മുഖ്യമന്ത്രി ഈ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയും. മാത്രവുമല്ല, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം, LDFിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് ഈ വികസന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതും. അങ്ങനെ എല്ലാം കൊണ്ടും സർവതല സ്പർശിയായി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിനോടൊപ്പം തന്നെ വികസന നേട്ടങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ എത്തിക്കുക എന്നൊരു ലക്ഷ്യം കൂടി സംസ്ഥാന സർക്കാരിനുണ്ട്. മാത്രവുമല്ല, കൂടുതൽ നിക്ഷേപങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ലഭിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി കൂടിയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും പ്രൗഢമായ ചടങ്ങിൽ നിരവധി ആളുകളാണ് ഈ വ്യാപാര ഈ മേള കാണാൻ എത്തിച്ചേർന്നിട്ടുള്ളത്. നിറഞ്ഞൊരുങ്ങുന്ന ആ പവനിയിൽ മുഖ്യമന്ത്രിയുടെ വാക്ക് ശ്രവിക്കാൻ 10,000ങ്ങളാണ് ഒത്തുകൂടിയിട്ടുള്ളത്. ജോസഫെ, ജില്ലകൾ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും കൂടി ഈ ഒരു ദിവസം വലിയ രീതിയിൽ മുഖ്യമന്ത്രി എടുത്തു സൂചിപ്പിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജില്ലകൾക്കായുള്ള സ്റ്റാളുകളും ഒക്കെ മേളയിൽ പൂർത്തിയായോ, അല്ലെങ്കിൽ മേളയിൽ അതിന്റെ ക്രമീകരണങ്ങളൊക്കെ സജ്ജമാണോ? കാളിദാസ്, ഈ ജില്ലയുടെ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന രീതിയിലാണ് വ്യാപാര വിപണന മേള പ്രദർശനം ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. ഇതിന്റെ ഉദ്ഘാടനം അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് റോഡ് ഗതാഗതവുമായി ബന്ധപ്പെട്ട വികസനമായിരുന്നു. അതിൽ തലപ്പാടി മുതൽ ഉള്ള ഭാഗങ്ങളിലെ 90%-ലേറെ ദേശീയപാതയുടെ പണി പൂർത്തീകരിച്ചു. മാത്രമല്ല, ടൂറിസം രംഗത്തും വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ 4 വർഷ കാലയളവിൽ സർക്കാരിന് സാധിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ വികസന നേട്ടങ്ങളെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വിധമാണ് ഈ വ്യാപാര വിപണന മേഖല ഒരുക്കിയിട്ടുള്ളത്. മാത്രവുമല്ല, ഈ നമ്മുടെ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇനിയും, അതായത് ഏറ്റവും കൂടുതൽ റവന്യൂ ഭൂമിയുള്ള ഒരു മേഖല കൂടിയാണ്. ഒത്തിരിയേറെ വികസന പ്രവർത്തനങ്ങൾ നടക്കാൻ സാധ്യതയുള്ളതും അത്തരത്തിൽ വികസന ഹബ്ബായി മാറാൻ സാധ്യതയുമുള്ള ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ കൂടിയാണ് കാസർഗോഡ് ജില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കുക വഴി ജില്ലയ്ക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. പൊതുവിൽ കാസർഗോഡ് ജില്ല പിന്നോക്ക ജില്ലയായിട്ടാണ് അറിയപ്പെടുന്നതെങ്കിലും ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് മൂലം വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ തെളിയിച്ചതാണ്. അതിന്റെ പ്രകടമായ ഉദാഹരണമാണ് കഴിഞ്ഞ കാലയളവിൽ തന്നെ 2 പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ബേക്കൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിൽ സ്ഥാപിച്ചു എന്നുള്ളത്. ഇത് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പുരോഗതിയിലേക്ക് നയിക്കുകയാണ്. പ്രത്യേകിച്ച് മംഗലാപുരത്ത് നിന്ന് ആളുകൾക്ക് എത്രയും വേഗം കേരളത്തിലേക്ക് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നതും തങ്ങാൻ ആഗ്രഹിക്കുന്നതുമായ
പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉള്ളത് കാസർഗോഡ് ജില്ലയാണ്. നിരവധി പേരാണ് കർണാടകത്തിൽ നിന്നും ഇത്തരത്തിൽ കാസർഗോഡ് ബേക്കലിലേക്ക് എത്തിച്ചേരുന്നത്. അങ്ങനെ സമഗ്രമായ വികസനം, റോഡിന്റെ വികസനം, ഗതാഗത വികസനം, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളായ വിദ്യാഭ്യാസം, പാർപ്പിടം തുടങ്ങിയ മേഖലകളിലെല്ലാം വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ സാധിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു തുടർ ആ, ആ, തുടർ പദ്ധതികളും നടത്തി വരുന്ന പദ്ധതികളുടെ ഒരു അവലോകനവും ഇന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റു മന്ത്രിമാരും ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വികസന കാര്യങ്ങളിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അവ പരിഹരിക്കപ്പെടാനുള്ള വേദി കൂടിയായി തീരും ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികളും ഇതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റ് യോഗങ്ങളും എന്നാണ് കരുതുന്നത്. കാളിദാസ്. ശരി ജോസഫെ, രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷമാണ് കാസർഗോഡ് തുടക്കമിട്ടിരിക്കുന്നത്. മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും എല്ലാം എത്തിക്കഴിഞ്ഞു. വലിയ രീതിയിൽ ഇത്രയും കാലം നടന്ന, അല്ലെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന വികസന പ്രവർത്തനങ്ങളടക്കം എടുത്തു പറയുന്ന, അല്ലെങ്കിൽ വലിയ രീതിയിൽ ചർച്ചയായേക്കാവുന്ന ഇനി അങ്ങോട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ അവലോകനം കൂടി ചർച്ച ചെയ്യുന്നൊരു പരിപാടി കൂടി ആയിരിക്കും കാസർഗോഡ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത് എന്നുള്ളതും കൂടി മനസ്സിലാക്കാം. ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകുന്നത്. നമുക്ക് പെട്ടെന്ന് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.